അൾജീരിയൻ സ്ലൈഡിംഗ് വിൻഡോസ് ചെയ്യുമ്പോൾ അതിൽ ലാമിനേറ്റഡ് ഗ്ലാസ് ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്. എന്നാൽ പലരും പറയാറുണ്ട് ഇല്ലല്ല അതിലൊരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന്. എന്നാൽ അതിൽ ചെയ്യാൻ പറ്റും. ഇന്ന് അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആകാശ് അഗസ്റ്റിൻ, ഗ്ലാസ് ആൻഡ് വിൻഡോസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ തലശ്ശേരിക്ക് അടുത്തുള്ള ഒരു സൈറ്റിലാണ്. ഈ സൈറ്റിൽ ഇതിനു മുമ്പും നമ്മളൊരു ഗ്ലാസ് ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാമിനേഷൻ ഗ്ലാസ് അതിനെപ്പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അൾജീരിയ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് നെയിം മാത്രമാണ്. അതിൽ വരുന്ന 27 സീരീസിൽ ലാമിനേഷൻ ഗ്ലാസ് പലപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇതിൽ ലാമിനേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന്. ഡെഫിനറ്റ്ലി ലാമിനേഷൻ ഗ്ലാസ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ ഒരു സ്പൈസിങ് ഒക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 180x180 ഒരു സൈസ് വരുന്ന വിൻഡോ ആണ്. ഇതിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ലാമിനേറ്റഡ് ഗ്ലാസ് ആണ്. നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ മുട്ടുന്ന സമയത്ത് ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ലാമിനേഷൻ ഗ്ലാസ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊന്നും ഇവിടെ ഗ്രിൽസ് കൊടുത്തിട്ടില്ല. അപ്പൊ ഒരു പ്രൊട്ടക്ഷന്റെ ഭാഗം കൂടെ ആയിട്ടാണ് നമ്മൾ ലാമിനേറ്റഡ് ഗ്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഉള്ള എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഉള്ള കൂടുതൽ വീടുകളിലും ഗ്രിൽസ് ഉണ്ടാവാറില്ല. അപ്പോൾ പല വീടുകൾ നോക്കുകയാണെങ്കിൽ ബെഡ്റൂമുകളിൽ മാത്രം ഗ്രില്ല് കൊടുക്കും. എന്നാൽ ഹാള്, ലിവിങ്, കിച്ചൺ ഇവിടെ ഒന്നും നമുക്ക് ഗ്രിൽസുകൾ ഉണ്ടാവില്ല. എന്നാൽ ഇതിലൊന്നിലും ഗ്രിൽസ് കൊടുക്കാതെ കംപ്ലീറ്റ്ലി ലാമിനേറ്റഡ് ഗ്ലാസ്സിൽ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്നും ഞങ്ങൾ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതാണെന്ന് ചോദിച്ചാൽ ലാമിനേറ്റഡ് ഗ്ലാസ്. ഡെഫിനറ്റ്ലി ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു സേഫർ സൈഡിൽ നോക്കുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് ടൈം തീർച്ചയായിട്ടും എടുക്കും. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ് നമുക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 1/2 hour എന്തായാലും ഇതിനെടുക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പർപ്പസ്ഫുള്ളി വരുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഒരു ലാമിനേഷൻ ഗ്ലാസ് ആണെങ്കിൽ പോലും അത് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ലാമിനേഷൻ എന്ന് പറയുമ്പോൾ അത് 2 ടൈപ്പാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, PVB ആൻഡ് SGP. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന PVB ലാമിനേഷനാണ്. PVB എന്ന് പറയുന്നത് നമ്മുടെ ഒരു എക്സാമ്പിൾ, നമ്മുടെ കാറുകളുടെയൊക്കെ ഫ്രണ്ടിൽ വരുന്ന ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ബെഡ്ഷീറ്റ് പോലെ ഇങ്ങനെ ചുളുങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ചിങ്ങനെ തുടിഞ്ഞ് അങ്ങനെയൊക്കെ. ആ ഒരു ടൈപ്പാണ് PVB ലാമിനേഷൻ എന്ന് പറയുന്നത്. പക്ഷെ പൊട്ടിയാൽ ഒരിക്കലും താഴെ വീഴില്ല. അതിന് പകരം SGPയിലേക്ക് പോകുന്ന സമയത്ത് അത് പൊട്ടിക്കഴിഞ്ഞാലും ആ ലെയർ വളരെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ നിൽക്കും. ആ ലെയറാണ് ഗ്ലാസ് ബ്രിഡ്ജുകൾക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ ലാമിനേഷൻ ഗ്ലാസുകൾ ഉപയോഗിച്ചാൽ ഒരാൾക്ക് അകത്ത് കയറാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ പർപ്പസ്ഫുള്ളി ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കയറാൻ സാധിക്കും. അതിപ്പോൾ പർപ്പസ്ഫുള്ളി വരുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഭിത്തി വരുന്നാലും കയറത്തില്ലേ? അതുപോലെയൊക്കെ തന്നെ ഇപ്പോൾ ഗ്ലാസ് ആയാലും ബ്രേക്ക് ചെയ്താൽ ആദ്യം ഈ ഒരു ലെയർ പൊട്ടിക്കണം. അതിനുശേഷം അതിനകത്തുള്ള ലാമിനേഷൻ PVB ലെയർ കട്ട് ചെയ്യണം. അതിനുശേഷം അതിനകത്തുള്ള ഗ്ലാസ് പൊട്ടിച്ച് അത് കട്ട് ചെയ്ത് വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കുക. സോ എപ്പോഴും ഇപ്പൊ ഈവൻ ലാമിനേഷൻ ഗ്ലാസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 6mm 8mm ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ ഇടുന്നത്, വിത്തൗട്ട് ഗ്രില്ലിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സൈഡിൽ നിന്നും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോമേഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാലമാണ് ഇപ്പോൾ. ഇപ്പോഴൊക്കെ ഒരുപാട് ക്യാമറയിൽ തന്നെ വളരെ സെൻസിങ്, അതായത് ഒരു നൈറ്റ് ഒരു 8 o'clock അല്ലെങ്കിൽ 9 o'clock ശേഷം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഹ്യൂമൻ എറർ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വിൻഡോന്റെ ഭാഗത്തേക്ക് വരികയെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അലാറം ഓൺ ആവുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നു, അല്ലെങ്കിൽ ഏരിയയിലെ ലൈറ്റ്സ് ഓൺ ആവുന്നു. അത്രത്തോളം അപ്ഡേറ്റഡ് ആണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. സോ നമുക്ക് വിത്തൗട്ട് ഗ്രില്ലിൽ ധൈര്യമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിൻഡോസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ കൂടെ ഈവൻ ലാമിനേഷൻ ഗ്ലാസ് ആണെങ്കിൽ പോലും ഒരു ഓട്ടോമേഷനും കൂടെ ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഒന്ന്, ലാമിനേറ്റഡ് ഗ്ലാസ് എന്ന് പറയുന്നത് വളരെ കോസ്റ്റ്ലി ആണ്. ഈ ഒരു ഗ്ലാസ് ഒരാൾ വന്ന് പൊട്ടിച്ചാൽ ഡെഫിനറ്റ്ലി അതിന് ടൈം എടുക്കുമായിരിക്കാം ബ്രേക്ക് ആവാൻ. പക്ഷെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് പൊട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതല്ലേ. അതിനാണ് ഓട്ടോമേഷൻസ് ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ഓട്ടോമേഷൻസ് ചെയ്യാറില്ല, അതിന്റെ കൺസൾട്ടേഷൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന ഏരിയകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം നന്നായിരിക്കും. ഗ്രിൽസ് ഒരു വീടിന് വേണോ വേണ്ടയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ടൈപ്പ് ഓഫ് ലാമിനേഷൻ ചെയ്താലും ഏത് ഓട്ടോമേഷൻസ് ചെയ്താലും അറ്റ് ദി എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പറയുന്ന പോലെയാണ്. രാത്രി കിടന്നുറങ്ങുമ്പോൾ അവിടെ ഗ്രിൽസ് ഉണ്ടെങ്കിലേ മനസ്സമാധാനമായി സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ ഗ്രിൽസ് മസ്റ്റായിട്ടും ചെയ്യുക. ഞാൻ ഒരിക്കലും ചെയ്യേണ്ടെന്ന് പറയില്ല. എല്ലാത്തിനും എന്തെന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ്. സോ നമ്മൾ ഈ ഒരു വിൻഡോന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. നമ്മൾ ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 6+6 ഗ്ലാസ് ആണ്. PVB ലാമിനേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ലാമിനേഷൻ എന്ന് പറയുമ്പോൾ 5+5 സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ഏകദേശം ഈ ഒരു ട്രാക്കിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ട്രാക്കുകൾ, ഇങ്ങനെയുള്ള ഷട്ടറുകൾ നമ്മുടെ നാട്ടിൽ വളരെ റെയർ ആയിട്ടാണ് അവൈലബിൾ ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും അൾജീരിയൻ 27 സീരീസ് അല്ലെങ്കിൽ അൾജീരിയൻ സ്ലൈഡിംഗ് വിൻഡോസിൽ ലാമിനേഷൻ ഗ്ലാസ് ചെയ്യാൻ പറ്റുമോ എന്ന് വരെ പലരും ചോദിക്കുന്നത്. കാരണം നോർമൽ സെക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ 5, 6 വരെയൊക്കെ മാക്സിമം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഈ ഒരു ഷട്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് 18 mm വരെ
ഗ്ലാസിന്റെ തിക്നെസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 18 mm പറയാനുള്ള റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഗ്രൂ സൈസ് വരുന്ന 24 mm ആണ്. അതിൽ 18 വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 mm എന്ന് പറയുന്നത് ഇതിന്റെ രണ്ട് സൈഡും ഗ്യാസ്കറ്റ്സുകൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ 6+6 അതുപോലെ തന്നെ 1.5 എന്ന് പറയുമ്പോഴേക്കും ഏകദേശം 13.55 mm തിക്നെസ് ഉള്ള ഗ്ലാസ് ആണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ലാമിനേഷൻ ലെയർ ആ ഒരു PVBന്റെ തിക്നെസ് എന്ന് പറയുന്നത് 1.55 ആണ് നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. 1.55 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 0.8 mm മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് PVB ലെയേഴ്സ്. നമ്മുടെ ഓരോ ഹൈറ്റ് ആൻഡ് വിഡ്ത്തിനനുസരിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ഈ ഒരു വിൻഡോസിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഒരു 180x180 എന്നൊരു സ്പേസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നേരെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയിലേക്കാണ്. നമുക്ക് സ്ലൈഡ് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും വേറെ സൗണ്ടോ കാര്യങ്ങളോ ഇപ്പൊ നമുക്ക് ഈവൻ ഇതിനകത്ത് ലാമിനേറ്റഡ് ഗ്ലാസ് ആണ് ഇട്ടത് കൊണ്ട് പലപ്പോഴും ഇനി ഈവൻ ലാമിനേഷൻ ഗ്ലാസ് ഇട്ടാൽ ഇത് ടൈറ്റ് ആവുന്ന പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ ഇപ്പൊ നമ്മൾ സ്ലൈഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്ക് രണ്ട് വിരലുകൊണ്ട് തന്നെ സ്ലൈഡ് ചെയ്ത് വിടാവുന്ന ഇത്, അല്ലെങ്കിൽ സ്ലൈഡ് ചെയ്ത് വിടുകയാണെങ്കിൽ അത് അങ്ങോട്ട് പോകുന്നുണ്ട്. സോ അത്രത്തോളം സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്ലൈഡിങ് ഉള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഹാർഡ്വെയർസ് ആണ്. അപ്പൊ ഇതിന്റെ വീല് അതുപോലെ ഇതിന്റെ ബിയറിംഗ് സിസ്റ്റം ഇങ്ങനെയുള്ള എല്ലാ കാര്യവും ഡിപ്പെൻസ് ആണ് നമ്മളൊരു വിൻഡോ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഡിപ്പെൻസ് വരുന്നത്. അപ്പം ഇതിന്റെ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന് ഏത് ടൈപ്പ് ഓഫ് വീല് വേണം, അത് എത്ര വെയിറ്റ് എടുത്തിരിക്കണം, എത്രയായിരിക്കണം ഇതിന്റെ വിഡ്ത്ത്, എത്രയായിരിക്കണം ഇതിന്റെ ഹൈറ്റ്, എല്ലാത്തിനെയും ഡിപ്പെൻസ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും സ്മൂത്ത് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത് പോലും ഹെവി വീൽസ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, കാരണം ലാമിനേറ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട്. അതേ സമയത്ത് ഒരു 6 mm ഗ്ലാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വീലുകൾ മതിയാവും. അപ്പോൾ അതിന്റെ വെയിറ്റിനനുസരിച്ചുള്ള വീലുകളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന്റെ പുറത്തുനിന്നുള്ള വ്യൂ ആണ്. അകത്ത് നമുക്ക് പുഷ് ബട്ടൺ ലോക്കും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ രണ്ട് സൈഡിലും ഗ്യാസ്കറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ PDM ഗ്യാസ്കറ്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ വീടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പോലും ഒരു മെയിൻ റോഡ് സൈഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് സൈഡിലും ഈ PDM ഗ്യാസ്കറ്റ്സുകൾ വന്നിട്ടുണ്ട്. ഗ്ലാസ് ഇതിൽ വളരെ എയർ ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതുകൂടാതെ ജോയിന്റുകളെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വളരെ ഫിനിഷിംഗ് ആയിട്ടുള്ള മെഷീൻ കട്ടിങ്ങിൽ വരുന്ന ജോയിന്റുകളാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. വേറെ ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്ലൈഡിംഗ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് കിങ്ലോങ്ങിന്റെ ഹാർഡ്വെയർസ് ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് അതിന് നല്ലൊരു വാറണ്ടിയും ഒരു ലോങ് ലൈഫ് ഒക്കെ കിട്ടുന്ന ഒരു ഹാർഡ്വെയർ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും കിങ്ലോങ്. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്യാസ്കറ്റ്സ് നേരത്തെ പറഞ്ഞാൽ EPDയും ഗ്ലാസ് വരുന്നത് ലാമിനേഷൻ ആണെങ്കിൽ പോലും സെൻകോബയുടെ ടഫൻ ഗ്ലാസ് വിത്ത് ലാമിനേഷൻ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് കാര്യങ്ങളെല്ലാം വെതർ സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾ റൗണ്ടിൽ ക്ലിയറൻസ് വന്ന ഭാഗങ്ങളിൽ നമ്മൾ സിലിക്കോൺ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിലിക്കോൺ എന്ന് പറയുന്നത് നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് പല ടൈപ്പ് ഓഫ് സിലിക്കോൺസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വെതർ പ്രൂഫ് സിലിക്കോൺ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് കൂടാതെ നമ്മളിവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് പെയിന്റബിൾ ആയിട്ടുള്ള സിലിക്കോണും കൂടെയാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. വെതർ പ്രൂഫ് വിത്ത് പെയിന്റബിൾ. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഭിത്തിയുടെ കളർ നമ്മളിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സിലിക്കോൺ അടിച്ചിരിക്കുന്നത് ഒരു വൈറ്റ് കളറാണ്. ശരിക്കും ഈ ഒരു പ്രൊഫൈലിന്റെ കളറുമായിട്ട് മാച്ച് ചെയ്യേണ്ടത് ബ്ലാക്ക് ആയിരിക്കും അടിക്കുന്നത് നല്ലത്. പക്ഷേ ഈ ഒരു ഭിത്തിയിൽ വരുന്ന ഒരു കളറിനെ മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു വൈറ്റ് കളറിലുള്ള വെതർ പ്രൂഫ് ആയിട്ടുള്ള സിലിക്കോൺ ചെയ്തത്. ഈ സിലിക്കോൺ എന്ന് പറയുന്നത് പെയിന്റബിൾ സിലിക്കോൺ ആണ്. എല്ലാ സിലിക്കോണും നമുക്ക് പെയിന്റബിൾ അല്ല. പല മാർക്കറ്റിൽ കിട്ടുന്ന കൂടുതൽ സിലിക്കോൺസ് എന്ന് പറയുന്നത് പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് പെയിന്റ് അടിച്ച് എങ്ങനെ ഉണ്ടാവും അതുപോലെ ഉണ്ടാവും ഒരു പ്രതലത്തിൽ. അപ്പോൾ ഇതിൽ എന്താ ഒരു നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പെയിന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് ഈ ഒരു ഭിത്തിയുടെ കളറിലേക്ക് നമുക്ക് ഈ ഒരു സൈഡിൽ വരുന്ന ക്ലിയറൻസിനെ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ടൈപ്പ് ഓഫ് സിലിക്കോൺ ചെയ്തിരിക്കുന്നത്. സോ ഇതെല്ലാം കസ്റ്റമൈസേഷനാണ്. നമുക്ക് ഏത് രീതിയിലും നമ്മുടെ വിൻഡോസ് ഇപ്പോൾ നമുക്കിവിടെ ഒരു പ്ലെയിൻ കളറാണ്, വൈറ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ വൈറ്റ് തന്നെ ഇവിടെ കീപ്പ് ചെയ്താൽ മതി. നമുക്ക് ബ്ലാക്ക് ആണ് വരുന്നതെങ്കിൽ ബ്ലാക്ക് സിലിക്കോൺ ആണ് അടിക്കേണ്ടത്. എല്ലാം ഡിപ്പെൻസ് ആണ്. എല്ലാം നമുക്ക് ഏത് രീതിയിൽ നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അൾജീരിയൻ വിൻഡോസിൽ ലാമിനേഷൻ ഗ്ലാസ് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇത് സ്ലൈഡിങ്ങിന്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ ഫിക്സ്, ഓപ്പൺ, ടോപ്പ് ഓപ്പൺ ഇതിലെല്ലാം നമുക്ക് ലാമിനേഷൻ ഗ്ലാസുകൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഹാർഡ്വെയർസും അതിന്റെ തിക്നെസ്സും വളരെയധികം ശ്രദ്ധിച്ച് മാത്രം യൂസ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.